ഇതാണ് തിരുവനന്തപുരം മൃഗശാലയിലെ നൈല. ശനിയാഴ്ചയാണ് മൃഗശാലയിലെ 6 വയസ്സ് പ്രായമുള്ള നൈല 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. പക്ഷേ കുഞ്ഞുങ്ങൾ രണ്ടും ചത്തു. 2 മണിക്കൂർ കൊണ്ട് കഴിയേണ്ട പ്രസവം 10 മണിക്കൂറിലേറെ നീണ്ടതോടെ നൈലയുടെ ആരോഗ്യനില വഷളായിരുന്നു. ടേം കംപ്ലീറ്റ് ആയിട്ടാണ് കുട്ടി പുറത്ത് വന്നതെങ്കിലും 2 കുട്ടികളും ചത്താണ് വന്നത്. സ്റ്റിൽ ബർത്ത് എന്നാണ് അതിനെ പറയുക. അത് ഹാബിച്വൽ അബോർഷൻ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. എന്ത് കാരണം കൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചതെന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നൈലയുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മൃഗശാലയിലെ ഡോക്ടർമാർ. ആൻറ്റിബയോട്ടിക്കുകൾ അടക്കം നൽകിയാണ് ചികിത്സ. കഴിഞ്ഞ വർഷമാണ് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്കിൽ നിന്നും നൈലയെയും ലിയോ എന്ന ആൺസിംഹത്തെയും ഇവിടെ എത്തിച്ചത്. സംസ്ഥാനത്ത് കൂടി വരുന്ന ചൂടും കാലാവസ്ഥാ വ്യതിയാനവും മൃഗങ്ങളുടെ പ്രജനനത്തെയും ഒപ്പം തന്നെ ആരോഗ്യത്തെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ക്യാമറമാൻ നല്ലൈ മുരുകനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥുണ്ട് നമുക്കിപ്പം. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ നൈലയുടെയും ലിയോയുടെയും വരവ് അത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യം തന്നെയായിരുന്നു. ഒരുപാട് പേര് ഇവരെ കാണാൻ വേണ്ടിയിട്ട് മൃഗശാലയിലേക്ക് എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ നൈലയുടെ പ്രസവവും ഒക്കെ വലിയ ചർച്ചയായതാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ കുഞ്ഞുങ്ങൾ ചത്ത ഒരു കാര്യത്തിൽ, ആ സംഭവത്തിൽ എന്തെങ്കിലും ഈ അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണെന്ന് അറിയണം. ഒപ്പം തന്നെ ഈ നൈലയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? സേതു, ഇന്നലെ വൈകിട്ടോടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്റ്റോക്സിയ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അതുണ്ടായിട്ടുള്ളത്. അതായത് പ്രസവ സമയം നീണ്ടു പോകുന്നതുകൊണ്ട് തന്നെ കുട്ടി പ്രസവാവസ്ഥയിൽ തന്നെ, അതായത് വയറിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം 1.5 മണിക്കൂറിനകത്ത് നിൽക്കേണ്ട ആ ഒരു പ്രസവ സമയമെന്ന് പറയുന്നത് 10 മണിക്കൂറിലേക്ക് നീണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് നിലവിലത്തെ മരണകാരണമായിട്ട് സർജൻ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏഷ്യാറ്റിക് ലയൺ എന്ന് പറയുന്നത്, അതായത് ഏഷ്യാറ്റിക് സിംഹങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ കൂടുകളിലൊക്കെ പരിപാലിച്ചുകൊണ്ട് അവയുടെ വംശവർദ്ധനവ് തന്നെ ലക്ഷ്യമിടുന്നുണ്ട് സംസ്ഥാന സർക്കാർ അടക്കമുള്ള ആളുകൾ. അപ്പോൾ ആ നിലയ്ക്കാണ് അതിനെ നമ്മൾ കാണേണ്ടത്. കാരണം ആ ഒരു വാർത്തയ്ക്ക് കൃത്യമായ പ്രാധാന്യമുണ്ട്. കാരണം വളരെ വലിയ രീതിയിൽ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പം സിംഹം എന്നുള്ളൊരു മൃഗം ഗർഭാനത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വംശവർദ്ധനവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ 2 സിംഹങ്ങളെ ബംഗളൂരുവിൽ നിന്ന് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 1 വർഷം മുമ്പ് നൈല ഒരു തവണ ഗർഭിണിയായിരുന്നു, പ്രസവിച്ചിരുന്നു. ആ 2 കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും സാഹചര്യത്തിൽ 2 കുട്ടികളും മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ചൂട് വലിയൊരു കാരണമാണ്. കാരണം ചൂട് കൂടുന്നതിനനുസരിച്ച് മൃഗങ്ങൾക്കുണ്ടാകുന്ന മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളൊക്കെ വളരെ വലുതാണ്. അപ്പോൾ ചൂട് കാരണം ആകാം, മരണകാരണം അത് തന്നെ ആകാം എന്നുള്ള തരത്തിലും കൂടെ സർജൻ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൂട് വളരെയധികം കൂടുന്നുണ്ട്. 34 ഡിഗ്രി സെൽഷ്യസ് അടക്കം. എന്താണെങ്കിലും നമ്മുടെ നൈല എത്രയും പെട്ടെന്ന് ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ.